ഹലോ ഓൾ 2025 +1 ബോർഡ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും അറിയാമായിരിക്കും +1നകത്ത് 520 520 മാർക്ക് നേടുക എന്ന് പറഞ്ഞാൽ അത്രമേൽ ഈസി അല്ല. പ്രത്യേകിച്ച് 2025 തന്നെ എക്സാം പാറ്റേണെല്ലാം മാറി വരുന്ന വർഷമായിരുന്നു 2025. സോ നമ്മളൊപ്പം ഉള്ളത് ഒരു കൊച്ചുമിടുക്കനാണ്, ശ്രീരാമാണ് ഒപ്പം ഉള്ളത്. അതും +1നകത്ത് ഫുൾ മാർക്ക് നേടിയ വിദ്യാർത്ഥിയാണ് ശ്രീരാം. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ശ്രീരാം ഈ കാണുന്ന ഒരു മാജിക്കൽ സ്കോറിലേക്ക് എത്തിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീരാം, ഒരു ഗംഭീരമായ കൺഗ്രാജുലേഷൻസ്. ആൻഡ് എന്ത് തോന്നിയിരുന്നു ഈ ഒരു 520 ഔട്ട് ഓഫ് 520 കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നോ? 520 വാങ്ങിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ 1 മാർക്ക് എവിടെയെങ്കിലും പോവാം, 2 മാർക്ക് എവിടെയെങ്കിലും പോവാം, അങ്ങനെ ചിലപ്പോൾ കിട്ടാം. ഒരു എന്താ പറയാ, പോകാനും ചാൻസ് ഉണ്ട്. പക്ഷെ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു, കിട്ടി. ആൻഡ് എക്സ്ട്രീംലി ഹാപ്പിയാണ്. അതെ. ഓക്കെ, അപ്പോൾ മോനെ സ്കൂളിൽ പഠിച്ചിരുന്നത്? ഞാൻ KPM പൂത്തോട്ട, പുത്തങ്കാവിന്റെ അടുത്ത ഒരു സ്കൂളാണ്. നല്ല സ്കൂളാണ്. ടീച്ചർമാരും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ 520 വാങ്ങിച്ചപ്പോൾ ഹാപ്പിയാണ് എല്ലാവരും. അവർ എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ എത്രമേൽ ഹാപ്പിയാണോ അതുപോലെ തന്നെ ആയിരിക്കും അവരൊന്നും പറയാം. കാരണം നമ്മുടെ മക്കള് ഒരാള് ഫുൾ മാർക്ക് എത്തുമ്പോൾ എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും. എല്ലാവരും വർക്ക് ചെയ്യുന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഫുൾ മാർക്ക് നേടുക എന്ന് പറയും. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ്, എങ്ങനെയാണ് മോൻ പഠിച്ചത്, ഏത് രീതിക്കാണ് പഠിച്ചിരുന്നത്? അങ്ങനൊരു ഇന്ന വേ, നല്ലൊരു പ്രോപ്പർ വേ ഒന്നും. ഞാനിപ്പോ ചില ദിവസം പഠിക്കും, ചില ദിവസം പഠിക്കില്ല, അപ്പൊ ഒരു മൂഡ് ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഒരു കൺസിസ്റ്റൻസി, ഒരു മിനിമം കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാറുണ്ട്. ഭയങ്കര ഒരു ഗ്യാപ്പ് എടുക്കാണ്ടോ അങ്ങനെ. പക്ഷെ എന്നാ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, പഠിത്തം അല്ലാണ്ട് അതും ഇതും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ ബേസിക്കലി ഈ എക്സാം എന്തൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഗ്രാവിറ്റി കൂടുമല്ലോ. ഓണപരീക്ഷയ്ക്ക് ഗംഭീര പഠിച്ചിരുന്നു? പിന്നെ ഓണപരീക്ഷയ്ക്ക് സ്കൂളിൽ ഒരു പരീക്ഷ നടത്തിയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ക്രിസ്മസിനും അതുപോലെ തന്നെ പഠിച്ചിരുന്നു. ക്രിസ്മസിന് വേണ്ടി അതേപോലെ നന്നായിട്ട്. അപ്പൊ ഈ കാണുന്ന എക്സാംസ് എല്ലാം തന്നെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു? അതായത് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നു? എല്ലാത്തിനും A+ ഉണ്ടായിരുന്നു. മാർക്ക് എനിക്ക് ഓണത്തിന് ഫുൾ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ എക്സാംസും അത്രമേൽ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉറപ്പായിട്ടും. കാരണം മെയിൻലി നമുക്ക് സിലബസ് എല്ലാം തന്നെ പറയുമ്പോൾ ക്രിസ്മസിനൊക്കെ തന്നെ ഏകദേശം എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ ഒരു 75% അതാണ് സംഭവം. അപ്പോൾ ഏകദേശം ഫുൾ സിലബസ് എപ്പോഴായിരുന്നു മോൻ പഠിച്ചു തീർത്തത്? ഞാനൊരു ജാനുവരി സെക്കൻഡ് വീക്കോടെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിരുന്നു. ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്തു, റിവിഷനിലേക്ക് വന്നായിരുന്നു. ഇപ്പം എൻ്റെ സ്കൂളിൽ ജാനുവരി ഒരു മിഡോടെ തന്നെ പ്രീ മോഡൽ തുടങ്ങി. അത് ആക്ച്വലി ഒരു നല്ല പരിപാടിയായിരുന്നു. കാരണം ഇപ്പം എല്ലാ സബ്ജക്റ്റും ഒരു പ്രീ മോഡൽ എക്സാം, ഒരു ഒതന്റിക് പബ്ലിക് എക്സാം നടക്കണം. ഒരു 4 ദിവസം ഒരു സ്റ്റഡി ലീവ് വരും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജാനുവരി ഒക്കെ ആകുമ്പോൾ തന്നെ മനസ്സിലാവും ഈ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഏകദേശം ഒരു ഇത്. പിന്നെ നമുക്ക് ആ ഒരു റിവിഷൻ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. 4 ദിവസമുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ദിവസം റിവിഷൻ ചെയ്യാം, പിന്നെ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്താണ് ഈ ടോപ്പർ സീരീസ്, വൺ ഷോട്ട് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ മാത്സ് ക്രിസ്മസ് എഴുതിയപ്പോൾ ചെറുതായിട്ട് പണി പാളി. അതുകൊണ്ട് തന്നെ പേളിലെ കുറെ മിസലേനിയസ് വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേയൊക്കെ ചെയ്യാൻ നോക്കി. എല്ലാ ചാപ്റ്ററിനല്ല, ചില സ്ട്രെയിറ്റ് ലൈൻസ്, ട്രിഗ്നോമെട്രി, ലിമിറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് അതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കിയായിരുന്നു. അതൊക്കെ റിയലി ഹെൽപ്ഫുൾ ആയിരുന്നു. മോനിപ്പോൾ ഡെയിലി അഗ്നി ബാച്ചിന്റെ ലൈവ് ക്ലാസ്സിൽ കാണാറുണ്ടായിരുന്നു? മോൻ എങ്ങനെയാണ് അഗ്നി ബാച്ച് എന്ന് പറഞ്ഞൊരു കേരളത്തിൽ ഏറ്റവും വിദ്യാർത്ഥി പഠിക്കുന്ന ബാച്ചാണ്. ഇത്തവണ അഗ്നി ബാച്ചിനകത്ത് 25 പേർക്കാണ് ഇപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും എന്താണ് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഫുൾ മാർക്ക് നമ്മളെന്താണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കേരളത്തിന്റെ റിസൾട്ട് കമ്പാരിറ്റീവ് ആവറേജ് നിൽക്കുമ്പോൾ അഗ്നി ബാച്ച് റിസൾട്ട് വളരെ ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ അഗ്നി ബാച്ച് മോൻ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാനങ്ങനെ ഡെയിലി ലൈവ് കാണല് കുറവാണ്. കാരണം ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവ് ആയിരിക്കുമ്പോൾ കാണുന്നത്, റെക്കോർഡായി കഴിയുമ്പോൾ നമ്മൾ കാണും. കാരണം ഒരു 8-8 മണിയൊക്കെ ആകുമ്പോഴൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് പഠിക്കാൻ വരിക രാത്രി. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. ലൈവ് കാണും. പിന്നെ വൺ ഷോട്ട് തുടക്കമൊക്കെ ലൈവ് കാണുമായിരുന്നു ഒരു ആദ്യത്തെ 3 മാസങ്ങളിലൊക്കെ. പിന്നെ ലൈവ് കാണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മാത്സിൽ ബൈനോമിയൽ അല്ലെങ്കിൽ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ 1-2 പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ഞാൻ വൺ ഷോട്ടാണ് പ്രിഫർ ചെയ്യാറ്. അല്ലെങ്കിൽ കുറേ നേരം ചിലപ്പോൾ പോയാലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സെയിം ടൈം. അങ്ങനെ മുന്നോട്ട്. ഇപ്പൊ നമുക്ക് എന്താണ് ഈ പറയുന്ന റിവിഷന് വേണ്ടി സൈലന്റ് ആക്കിയ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം ശരിക്കും അടിപൊളിയാണ്. കാരണം നോട്ടും ഉണ്ടാവും, ദ സെയിം ടൈം ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതും NCERT അതും നല്ല ഇതായിരുന്നു. ഒബ്വിയസ്ലി കൂടെ പ്രീവിയസ് ഇയറും വരുമ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാനായിട്ട്. അത് ഹെൽപ്ഫുൾ ആയിരുന്നു ശരിക്കും.
ഇപ്പൊ ഇത്തവണ ഞാൻ മോനോട് കാര്യം പറയാം, അത് എല്ലാവരോടും പറയുന്നു. പ്ലസ് വണ്ണകത്തും പ്ലസ് ടു തമ്മിൽ ഒരു പുതിയ സംഭവം കൂടി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് DPPs എന്ന് പറയുന്നത്. ഇപ്പൊ മോനിപ്പോ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും, അഗ്നി ബാച്ചിനകത്ത് നിന്നാണ് DPPs ഇപ്പോൾ വരുന്നുണ്ടാവും. അതായത് ഇന്നൊരു ക്ലാസ് കഴിയുമ്പോൾ ആ കാണുന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട MCQs നമുക്ക് എന്താണ് നെക്സ്റ്റ് നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പോൾ ആ കാണുന്ന MCQ നമ്മൾ ചെയ്യുന്നതാണ് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇൻസ്റ്റാളേണും ഈ കാണുന്ന DPP എല്ലാം തന്നെ അത്രമേൽ യൂസ്ഫുൾ ആയിട്ട് മാറുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാവാൻ വേണ്ടി അഗ്നി ബാച്ചിനകത്ത്. ഇനി നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ സിംപ്ലിഫൈഡ് ലേണിംഗ് ആണ് എക്കാലവും ശൈലം ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സിംപ്ലിഫൈഡ് ലേണിംഗിന് ഉണ്ടായ മറ്റൊരു സംഭവമാണ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞത്. അതുപോലെ എങ്ങനെയായിരുന്നു യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടായിരുന്നു? മൈൻഡ് മാപ്പും യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ സ്പെഷ്യലി കെമിസ്ട്രി എനിക്ക് മൈൻഡ് മാപ്പ് നല്ല രസമുണ്ടായിരുന്നു. കുറെ റിയാക്ഷൻസും കാര്യങ്ങളും ഒറ്റതിൽ കിട്ടുന്നത്. പെട്ടെന്ന് ടക്ക് സംഭവമാണ് നമുക്ക് അവിടെ ലഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകും. സോ ഇനിയിപ്പോൾ പ്ലസ് ടുവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഭാരം ഇപ്പോൾ ചിലപ്പോൾ മനസ്സിലുണ്ടാകുമായിരിക്കും. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും എനിക്കിപ്പോൾ പ്ലസ് ടുവിനകത്ത്. വീട്ടിൽ ചോദിക്കാനുണ്ടോ അങ്ങനെ? വീട്ടിൽ പറയാറുണ്ട് ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന്, സ്കൂളിലും എല്ലാവരും പറയുന്നുണ്ട്. അല്ല, അത് നമുക്ക് സാധിക്കുമെന്നൊരു വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ മോന് ഏത് വിഷയവും നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ് വളരെ ഈസിയാക്കി മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മളുടെ നേരെ ഹാർഡ് വർക്ക് തന്നെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഏത് വിഷയമാണ് ഇപ്പോൾ ഒരു ഈസി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പലപ്പോഴും തോന്നാറ്? ഈസി മാത്സ് ആണെന്ന് പറയേണ്ടി വരും. കാരണം മാത്സ് എനിക്ക് പണ്ട് ഭയങ്കര പാടായിരുന്നു. ശരിക്കും ജെന്യുവൻലി ഭയങ്കരമായിട്ട് പാടായിരുന്നു. ഒരു 8, 9. പിന്നെ ശൈലം കണ്ടു, ക്ലാസ് കണ്ടു. 9 ആറ് ക്ലാസ് ആദ്യം കണ്ടപ്പോൾ ഷാഹിദ് സാർ 9 ഷാഹിദ് സാറായിരുന്നു. കെയിൻ സാറും ഉണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഒരു മിഡ് ടേം പരീക്ഷയ്ക്ക് 40-ൽ 22 സംതിങ് മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പൊ കുറച്ച് സെറ്റായിരുന്നു. എന്നിട്ട് ഓണപ്പരീക്ഷ ആയപ്പോൾ 80-ൽ 76 മാർക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര എന്താ ഒരു ഹൈ കിട്ടുന്നൊരു ഫാക്ടറായിരുന്നു. പിന്നെ എൻകറേജിംഗ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഗ്രാജുവലി ഓരോ സമയം ഇങ്ങനെ കണ്ട് ഇവിടെ വരുത്തിയിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ മാത്സ് ആണ് പറ്റും ഒരു മാത്സ് ഈസിയസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. എന്തായാലും അതുപോലെ തന്നെ എല്ലാ വിഷയവും നമുക്ക് ഈസി ആയിരിക്കും. നോ ഡൗട്ട് ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് എന്താണ് 11th മാർക്ക് പോലെ തന്നെ 12th നേടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നമുക്ക് എന്തായാലും ഇനി വീണ്ടും പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് നേടിയ ശേഷം ഇതേപോലെ ഞാൻ തന്നെ മോൻ്റെ അടുത്ത് വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മൈൻഡ് ചെയ്യാം. കാരണം ഓക്കെ ജൂനിയേഴ്സ് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോഴത്തെ പ്ലസ് 1 മക്കളുടെ അടുത്ത്? അതായത് കാരണം 10th നമ്മൾ പ്ലസ് 1ലേക്ക് വരുമ്പോൾ ഒരു വലിയ സിലബസ് ചേഞ്ച് എല്ലാവരും പറയപ്പെടുന്നുണ്ട്. ഒരു ഗംഭീരമായ സിലബസ് ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ഒരുപാട് പഠിക്കാൻ വേണ്ടി നമുക്കുണ്ട്. സോ അതുകൊണ്ട് അവരോട് ഇപ്പം എന്തെങ്കിലും ഒരു കീ നോട്ടായിട്ട് പറയാനുണ്ടോ? കീനോട്ട് ആദ്യം തുടക്കം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അത് ഗ്രാജുവലി നമ്മൾ അഡാപ്റ്റ് ആയിട്ട് വരും. അതിനകത്ത് അഡാപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. പിന്നെ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുക അത്രയും നല്ല. ഒരു കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഭയങ്കര അതായത് ഒരു മാസം നമ്മൾ പഠിക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരു എന്തെങ്കിലും ഗ്യാപ്പ് എടുക്കുക, അത് മാക്സിമം കുറക്കാൻ നോക്കുക. ഒരു ഇപ്പം കുറച്ചായാലും പഠിച്ചു പോവുക നല്ലതാണ് ഒരിത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിത്തം മാത്രം കൊണ്ടുപോകുന്നതിൽ എനിക്ക് കേട്ടില്ല. ഞാൻ ഇപ്പോൾ പഠിത്തത്തിനൊപ്പം എൻ്റെ ഫേവറിറ്റ് അടിപൊളി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അറ്റ് ദ സെയിം ടൈം ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ നോക്കണം. യെസ്. സോ എന്നാൽ പിന്നെ നമുക്ക് വൈൻഡപ്പ്. അപ്പോൾ പ്ലസ് 1 നിങ്ങളെല്ലാവരും ഇപ്പോൾ നേരിടുന്ന പ്രശ്നമായിരിക്കും സിലബസിലെ മാറ്റം. SCERT ബുക്കിൽ നിന്ന് NCERT ബുക്കിലേക്ക് വരുന്നു. ഒരു ബിഗ് ജമ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബട്ട് ഡോണ്ട് വറി, ആ കാണുന്ന എല്ലാ സിലബസും വളരെ ഈസിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ആവശ്യം നിങ്ങളുടെ ഹാർഡ് വർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ്. സോ ഗൈസ്, ബൈ ആൻഡ് സീ യു.